ചെറുതായിട്ട് മഴ. ഇതാ ജലദോഷം പനി പിടിക്കാനുള്ള മഴയുണ്ട്. ഇനി ഒന്നുകൂടി മുടക്കണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാം. അപ്പൊ ഇതാ വെള്ളത്തില് നമ്മുടെ തോണി ഇതാ റൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കല്ലൊന്നുമില്ലാന്ന് മകന് മനസ്സിലായതുകൊണ്ടാണ് ഗൈസ്. അപ്പൊ ഇങ്ങനെ തോലടക്കം തിന്ന ഇത് ശർക്കരയുടെ വെള്ളവും അതിൽ കുറച്ച് വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ല നിങ്ങൾ എന്തായാലും ഷൂ ഒക്കെ കഴിഞ്ഞിട്ടാ പോണേ? എന്ത് കളിക്കാന്? ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഇതൊക്കെ ഇടണ്ടേ? ഷോക്സ് ഇടണ്ടേ? ആഹാ എന്നാ ഒന്ന് തട്ടിയാണ് ഞാൻ നോക്കട്ടെ. അപ്പോൾ അത് ഈവനിങ് ആയപ്പോൾ ഹസ്മോനും അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വരുന്നത്, ഇക്കാടെ വീട് കേട്ടോ. ചെറിയ ഓടിട്ട് വീടാണ്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ 2 പ്രാവശ്യം ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു താഴോട്ട് കാണാം. എന്തായാലും ലിങ്ക് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവരിതാ ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പോഴാണ് അതൊക്കെ കഴിഞ്ഞ് അവർ കുറച്ച് കയറിയതിന് ശേഷം നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. കുറേ നാൾ മഴയൊക്കെ കൊണ്ടിട്ട്. അപ്പം ഞാനിതാ മഴയത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും നല്ല മഴയ്ക്ക് കിട്ടുമെന്ന് അറിയാം, എന്നാലും മഴ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്. കുറേ കാലമായി ഇതാ ചൂടെടുത്ത് പുകയാണ്. അപ്പോൾ ഇത് നല്ല മഴയും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഐസും എങ്ങനെയുണ്ട്? ഞാൻ മഴ കൊള്ളാണ് ഗൈസ്, കണ്ടില്ലേ? നിന്ന് മഴ കൊള്ളാണ് വീടിൻ്റെ മുൻഭാഗത്ത് നിന്നിട്ട്. അപ്പം നമ്മുടെ കുഞ്ഞി കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ ഇന്ന് മഴ കൊള്ളുന്നത്, കണ്ടില്ലേ? ഉമ്മ ഉണ്ട് ഉള്ളിൽ. ഉമ്മ അത് കണ്ടിട്ടില്ല ഞാൻ ഇറങ്ങിയത്. കണ്ടാൽ ഇപ്പം നല്ല സീൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പം നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഉമ്മാൻ്റെ പ്രതികരണം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ ഉമ്മ, ഉമ്മ, ഉമ്മ കണ്ടൊക്കെയാണ് നല്ല മഴ, നല്ല മഴ. നല്ല മഴ. ഓര് കുറച്ചേരം മുന്നേ ഉണ്ടാക്കി കൊള്ള. ഇത് കണ്ടിട്ട് ഉമ്മാക്കൊരാഗ്രഹം മഴ കൊള്ളാം. അപ്പം ഞാൻ അമ്മായിമ്മയും മരുവോളും ഇതാ മഴ കൊള്ളാൻ ഇറങ്ങാണ് ഗൈസ്. ഇല്ലേ? നല്ല ചൂട്. കുറേ ദിവസമായി ഇങ്ങനെ പറയണ മഴ പെയ്തിനെങ്കിൽ മഴ പെയ്തിന്. അപ്പോൾ അതാ അമ്മക്ക് നല്ല ചൂടെടുക്കും. ചൂടുകുരു ജസ്റ്റ് പൊന്തിയിട്ടുണ്ട്. അപ്പം മഴ ഉണ്ട്. അപ്പം എന്നാൽ ഞാനും ഉണ്ട്. പക്ഷെ ഞാൻ നേരെ തല തിരിച്ചാണ് വിചാരിച്ചത്. നല്ല ചീത്ത ഇട്ട് വെച്ചു. പക്ഷെ വിചാരിച്ച മാതിരി ഒന്നല്ല. അമ്മ ഇതാ എൻ്റെ കൂടെ കൊള്ളാൻ വേണ്ടി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതാ മഴത്ത് കളിക്കുക. ഞങ്ങൾ ചെറിയ കുട്ടിയാണ്, പഴയ കുട്ടിക്കാലത്ത്. ചെറുതായിട്ട് മഴ. ഇതാ ജലദോഷം പനി പിടിക്കാനുള്ള മഴയുണ്ട്. ഉമ്മ ഇറങ്ങിയത് കൊണ്ട് എന്താ അറിയില്ല, മഴ നല്ല ഇങ്ങനെ പോവല്ലോ. ഊക്കൂടുന്നുണ്ടല്ലോ അമ്മ. അപ്പം ഞാനും ഉമ്മയും മഴ കൊള്ളുന്ന കണ്ടിട്ട് ഹസ്മോനും താഴേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഭയങ്കര സീനായി. കാരണം അവന് ഇടയ്ക്ക് ജലദോഷം പനിയൊക്കെ വരുന്നുണ്ട്. അവൻ എന്തായാലും കൊണ്ട സീനാവും എന്ന് വിചാരിച്ചിട്ട് ഉമ്മ അത് അവനെയും കൊണ്ട് ഉള്ളോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ. പിന്നെ മഴ നല്ല രീതിയിൽ ഊക്കൂടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന ടൈമിലാണ് കേട്ടോ ഈ മഴയൊക്കെ പെയ്യുന്നത് തന്നെ.
പിന്നെ ഇരുടായ ടൈമിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മഴ മാക്സിമം ഞാൻ കൊണ്ട് എൻജോയ് ചെയ്തതിന് ശേഷമാണ് ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും മഴ ഉള്ളിലെന്ന് വിചാരിച്ചിട്ട് ചെടിയുടെ അവിടെ ഉണ്ടായിരുന്ന ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ. മഴ കൊള്ളില്ല, അത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലെ മഴയത്ത് കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ല മഴ ഇങ്ങനെ ഊക്കുകൂടിയോണ്ട് നിൽക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെയായിരുന്നു കേട്ടോ മഴയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഏതായാലും മഴയെ കണ്ട് ഇത് ഫോണിലൊക്കെ വെള്ളം കയറുന്നുണ്ട് കേട്ടോ ഗായ്സ്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, കാരണം ഐഫോൺ ആയതുകൊണ്ട് വാട്ടർ പ്രൂഫ് ആണ് എന്നുള്ള ഒരു ഇതിലൂടെയാണ് വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചും വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചൂടല്ലേ, ചൂടിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിലിറങ്ങി. നാളെ ജലദോഷം പനി വരുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ, എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചാണ് ഞാൻ ഈ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല മഴയുണ്ട്. ഉമ്മയും ഹസുമോനൊക്കെ ഇതാ അവിടെ അടുക്കള ഭാഗത്ത് പോയിട്ടുണ്ട്. അവർ അവിടെ തോണി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഞാൻ ലാസ്റ്റ് ഫൈനലി ഞാൻ പോയിട്ട് തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കുട്ടിക്കാലം തന്നെയാണ് കേട്ടോ, ഒരു നൊസ്റ്റാൾജിയ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണേ. അപ്പോൾ കുറേ പേര് നമ്മളെ സ്കിൻ കെയർ ടിപ്സുകൾ നമ്മളെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മിനിയാന്നൊരു വീഡിയോ ഇട്ടപ്പോൾ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തുടർന്നും ഡെയിലി ഓരോ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ സ്കിൻ കെയർ വീഡിയോസ് ഞാൻ ഷോർട്ടിൽ ഇട്ടിട്ട് നമുക്ക് വലിയ ലെങ്ത്തുള്ള വീഡിയോസൊക്കെ ആക്കി നെക്സ്റ്റ് എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ ഇത് മഴ നല്ല രീതിയിൽ ഇതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. വീഡിയോ ക്ലിയർ കുറഞ്ഞു വരുന്നുണ്ട്. കണ്ടില്ല, എൻ്റെ ഡ്രസ്സാകെ നഞ്ഞ് നല്ല ഒരു വിധത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ ഇന്ന് പെയ്ത എല്ലാ മഴയും ഞാൻ കൊണ്ടിട്ടുണ്ട് കേട്ടോ, ഇന്നങ്ങോട്ട് കൊണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യൽ, ഇപ്പോൾ ഈവനിങ് ആക്കിയിട്ടുണ്ട്, 6 മണിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ടാണ്, കുറച്ച് റേഞ്ചിൻ്റെ വിഷയവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈവനിങ് ആണ് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുക. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ച ടൈമിലാക്കുന്ന ടൈമിൽ എന്തായാലും ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മൾ 6 മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടേ. അപ്പോൾ ഇവിടെ മഴ പെയ്തത് കണ്ടു. അപ്പോൾ ഇവിടെ തോണി ഉണ്ടാക്കുന്ന ഇങ്ങനെ തോണി ഉണ്ടാക്കുന്ന രണ്ടാമത് ബോട്ട് ഉണ്ടാക്കടാ. ഇങ്ങനെയാണ് തോണി ഉണ്ടാക്കല്, മനസ്സിലായോ? നമ്മളെ പേപ്പർ ഇങ്ങൊക്കെ ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ പേപ്പർ അത് കുറച്ച് പാടാ. ഒരു പാടില്ല, അത് കറക്റ്റ് ഉണ്ടാക്കുന്ന പോലെ വെള്ളത്തിൽ കറക്കണ ഇതില് കാണിച്ചിട്ട് നമ്മള് ഇത് ഈ ആദ്യത്തെ മടക്കൊക്കെ ഒരു പോരായ്മ ഉണ്ട്, അത് നമ്മൾ കാര്യാക്കണ്ട. നമുക്ക് നമ്മുടെ തോണി ഇറക്കാം. ഇപ്പം ഇറങ്ങും. ഇനി ഒന്നുകൂടി മടക്കണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാം. തോണി അപ്പൊ വിടാൻ പോവാ നമ്മളെ കുഞ്ഞൻ തോണി ഇതാ അവിടെ. അപ്പൊ ഇതാ വെള്ളത്തില് നമ്മുടെ തോണി ഇതാ റൺ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. തോണിക്ക് കുറച്ചുകൂടി വെള്ളം വേണം. അതിൽ പോയിക്കോ തോണി. മഴ പെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളെ മാങ്ങയുടെ അടുത്ത് വന്നത്. മാങ്ങ ഇതാ ഇവിടെ പഴുത്ത് കുട്ടപ്പനായിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ട് നമുക്കിതാ ശർക്കര മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. കണ്ടില്ലേ, മാങ്ങ കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട്. അയ്യോ, ചിലത് കേട് വന്നിട്ടുണ്ടല്ലോ. നമ്മളിതാ നമ്മുടെ ശർക്കര മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാങ്ങ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് മാങ്ങ ശർക്കര മാങ്ങ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു അടാറായിട്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ നൊസ്റ്റാൾജി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മാങ്ങ ഇതാ ശർക്കര മാങ്ങ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നാടൻ മാങ്ങ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ ഇതാ പഴുത്തിട്ടുണ്ട്. മാങ്ങ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല. അപ്പോൾ
മാങ്ങ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഞാനിത് ഇതാ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു വിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ മാങ്ങക്ക് വലിയ വിലയൊന്നും ഇല്ലല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി എടുക്കുക. അപ്പം എന്നാൽ ഉമ്മ ഇതാ കുക്കറിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നല്ല വൃത്തിയിൽ ശർക്കര ഉരുക്കി പാരുന്നു. അപ്പോൾ ഇതാ ഉമ്മ ഇതാ ശർക്കര ഉരുക്കി പാരുന്ന നല്ല ക്ലീനായ ശർക്കര എന്ന് ഉമ്മ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഉമ്മാന്റെ എളുപ്പ ട്രിക്ക് വഴികൾ കേട്ടോ. അപ്പോൾ ഇത് കല്ലൊന്നുമില്ലാതെ ഉമ്മാക്കന്നെ മനസ്സിലായതുകൊണ്ടാണ് ഗൈസ്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഇടുക. അപ്പൊ ഉമ്മാന്റെ എളുപ്പമാർഗ്ഗങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോണ്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞുകൊണ്ടിട്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മളിതൊക്കെ കുറച്ച് വെള്ളം വെച്ചിട്ട് ബാക്കി ശർക്കര ഇട്ടിട്ട് ഉമ്മതാ ഇനി അത് കുക്കറിനതാ വേവിച്ചിട്ട് നല്ലോണം ലേശൊരു പൊടി ചെലോലി കലക്കി പാരും. പൊടി വേണമെന്നില്ല, എന്നാലും ഒരു കൊയമ്പലിന്റെ മക്ലാരി ആയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ട് ഗൈസ്. എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാങ്ങന്റെ ഒരു റെസിപ്പിയാണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ വേണ്ട ഇപ്പൊ റൈറ്റ് കുറവാണ്. ഈ ശർക്കര മതി, അല്ല മകരെല്ലാം ഇതായോണ്ട് കേട്ടോ. കുക്കറിനെ അടച്ചു വെച്ചോളൂ. അപ്പൊ നമ്മുടെ കക്ലാജി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ്. അല്ലേ ഇപ്പൊ ഈ കുക്കർ ഉമ്മ അടക്കും. അതിനുശേഷം നമ്മുടെ ഇടുക്കാശ് നമ്മുടെ മാങ്ങ ശർക്കര മാങ്ങ റെഡി ആവും അല്ലേ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ശർക്കര മാങ്ങ വേറെ ഉണ്ട്, അത് നുറുക്കിയാട്ട് ഇത് മാങ്ങ പുഴിഞ്ഞത് ശർക്കര ഇട്ട് മനസ്സിലായോ? ആ ഇത് എന്നിട്ട് തണുത്തിട്ട് തിന്നണം, ചൂടോടെ ഉപയോഗിക്കരുത്. തോലടക്കം തിന്നാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വെന്തിട്ട് 2-3-4 വിസിൽ നല്ലോണം വരണം. മഴ ഞാൻ കൊണ്ടില്ല, എനിക്ക് ജലദോഷം പിടിച്ച അപ്പം നമ്മുടെ മാങ്ങ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ ഏകദേശം ഒരു 3-4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഈ ഒരു ലൈൻ ഇട്ട ഭാഗമൊക്കെ ഇതാ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ ശർക്കരയുടെ വെള്ളവും അതിൽ കുറച്ച് വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ വേണ്ടത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് വേവിക്കുന്നതിൻ്റെ ടൈമിൽ ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ ചെയ്യാൻ വിട്ടുപോയതാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനിതാ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ശരിയാക്കി കൊടുക്കാം. കാരണം പുറത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരിത് വരില്ലേ. അപ്പം അങ്ങനെയാണ് നമ്മളെ മാങ്ങിന് ഓർമ്മ വന്നിട്ടുള്ളത്. മാങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ ഇതാ മാങ്ങയുടെ ഒരു റെസിപ്പീനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ പല ആൾക്കാർക്കും അറിയുന്നൊരു റെസിപ്പീനെ ആയിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിതാ ഇതിന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മൾ കുക്കറിൽ വെച്ച ടൈമിൽ ഒരു 4-5 ശർക്കരയും ഒരു തുള്ളി വെള്ളം ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വെന്ത് വന്നപ്പോൾ കണ്ടില്ല ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തീ ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതാ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. വറ്റിക്കാന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ആക്കേണ്ട കേട്ടോ, കുറച്ചൊന്ന് ഇതാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ വിട്ടുപോകരുത്. അതും മുളക് പൊടിയാണ് മെയിൻ, ഇട്ടെടുക്കാൻ വിട്ടുപോകരുത്. നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇതുപോലെ വെള്ളം ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു മാങ്ങയുടെ കായം പോലെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൽ ഒഴിക്കാനുള്ളതാണ്. അപ്പം ഞാനിതാ ഇതൊരു കട്ടയില്ലാത്ത ലെവലിൽ ഇതാ നമ്മുടെ പത്തിരിപ്പൊടി ഇതാ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വെള്ളം കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഓവർ വറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുതേ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ആ പൊടി ഒന്ന് കലക്കി പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ ഇപ്പം ഇതാ അതൊന്നൊരു തിക്ക് ബാറ്ററായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് തീയിലൊന്നും ഇതാക്കി വെക്കരുതിട്ട്, കുറച്ചൊന്ന് തിളച്ചാൽ മതി. കാരണം പിന്നെ നല്ല ടൈറ്റായിട്ട് വരും. ഒരുപാട് ടൈറ്റ് ആക്കരുത്. കുറച്ചൊരു കായം നമുക്കിങ്ങനെ കോരി കുടിക്കാവുന്ന പാകത്തിലാവണം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഫൈനലി നല്ല ഇതാണ് ആയിട്ടുള്ളത്. കണ്ടില്ല ആ കായും എല്ലാം കൂടി ആയിട്ട് ആ ഒരു തൊലിയും അണ്ടി എല്ലാം കൂടി ഡൈല്യൂട്ടായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. മാങ്ങയുള്ള ടൈമിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. നല്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ടുണ്ട്.
നാടൻ മാങ്ങയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറാണ്. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്നുള്ള മാങ്ങയായാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ എല്ലാവരും കൂടി ഇതാ നൈറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സാമ്പാർ, പിന്നെ ഈ ഉമ്മ നല്ല ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ രാത്രിക്കത്തെ ഫുഡ് കേട്ടോ. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാങ്ങയുടെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ബായ്.